അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ അനുസ്മരിച്ച് രാഷ്ട്രീയ നേതൃത്വം. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യ പങ്ക് വഹിച്ച ചുരുക്കം മഹാരഥന്മാരിൽ ഒരാളാണ് വി.എസ്. എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് വി.എസ്. ജീവിതം പോരാട്ടമാക്കിയ സഖാവാണ് കടന്നുപോയതെന്ന് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി പറഞ്ഞു. അന്ത്യനിമിഷത്തിൽ സഖാ വി.എസിന്റെ മഹത്വം അംഗീകരിക്കാൻ, സഖാ വി.എസിനെ വെട്ടുനിരുത്തലുകാരൻ എന്നെല്ലാം പറഞ്ഞ് അപഹസിച്ചിട്ടുള്ള മാധ്യമങ്ങൾ പോലും സഖാ വി.എസിന്റെ മഹത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും ഈ സമയം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വി.എസ് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സൃഷ്ടിയാണ് എന്ന സത്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. മഹാരഥന്മാരുടെ വിടവ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നികത്താനാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സഖാവേജിയും EMSും നായനാരുമെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് അവർ നിർവഹിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കാനാവുന്നതല്ല. എല്ലാവരും കൂട്ടായി നടത്തുന്ന ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്കിത്തരം മഹാരഥന്മാരായ നേതാക്കളുടെ വിടവ് കൂട്ടായ ശ്രമത്തിലൂടെ നികത്താൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രതിജ്ഞ എന്ന് നേതാക്കൾ പറഞ്ഞത് അന്യർത്ഥമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുക. ഈ മണ്ണിനെ മഹത്തരമായ പോരാട്ടങ്ങളെ സ്വന്തം ചുമതലയായി ഏറ്റെടുത്ത നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള സമര ഐക്യത്തിന് ശക്തിപ്പെടേണ്ട കാലഘട്ടത്തിൽ സഖാ വി.എസിൻ്റെ സമരബോധം, രാഷ്ട്രീയ പ്രബദ്ധത നമ്മളെല്ലാവരെയും വഴി കാണിക്കാൻ വേണ്ടി എന്നുമെന്നും ഉണ്ടായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.